Hello, Captain. This is my urgent call. Our flight is emergency landing. 3-1 dirham. 3-1 dirham. എനിക്ക് 3 പെഗ് റമ്മ് വേണമെന്നല്ലടാ കഴുതേ. Trivandrum Airport. This is a hectic situation and it spills up. ഈ മുരളിനെ തല്ലിക്കൊല്ലണം. അവൻ ആവശ്യമില്ലാത്ത കുറെ ഇംഗ്ലീഷ് ഡയലോഗ് എഴുതി മനുഷ്യന് കാണാപ്പാടം പഠിക്കാനും പറ്റണല്ലോ. ഹലോ ക്യാപ്റ്റൻ, ഞാൻ മലയാളത്തിൽ പറയാം, പറ്റുമെങ്കിൽ താൻ മനസ്സിലാക്കുക, അല്ലാണ്ട് ഈ സ്കിറ്റ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് കേട്ടാ. നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞോളൂ, അപ്പൊ തന്നെ അവിടെ ഓഫായി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മാസം ഒന്നായി കിടപ്പ് കിടക്കണം. ഞാൻ എത്ര തവണ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആകൂന്ന് പറയാൻ, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ആ അതെ, MLA കൈയും കാലും പിടിച്ചിട്ട് ഒരു മെക്കാനിക്കിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാൾ വരാന്ന് പറഞ്ഞാണ്. ആ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അങ്ങോട്ട് വൈകിട്ട്. ഓക്കെ, ഐ വിൽ കാൾ ബാക്ക് യു. ബൈ. അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇതെവിടെ പോണത്? കണ്ട വഴിപോക്കർക്ക് സഞ്ചരിക്കാനുള്ള വഴിയല്ലത്. എയർപോർട്ടാണ്. എയർപോർട്ടിന്റെ റൺവേണ്. വഴിപോക്കനല്ല, MLA പറഞ്ഞുവിട്ട മെക്കാനിക് ഡൊമിനിക്. ഫ്ലൈറ്റ് മെക്കാനിക്കാണ്. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ മെക്കാനിക്കെയും ഫ്ലൈറ്റ് മെക്കാനിക്കെയും ജംബോ ജെറ്റ് മെക്കാനിക്കെയും. ബ്രിട്ടന്റെ ജംബോ ജെറ്റ് നന്നാക്കോ? അല്ല, എന്റെ കൊച്ചിന് ഞാൻ ഉത്സവപ്പറമ്പിൽ നിന്ന് ഹെലികോപ്റ്റർ മേടിച്ചു കൊടുക്കും, അവൻ പിറ്റേ ദിവസം കേടാക്കും, അപ്പൊ അത് ഞാൻ നന്നാക്കി കൊടുക്കും. പിന്നെ ജംബോ ജെറ്റ് മേടിച്ചു കൊടുക്കും, പിറ്റേ ദിവസം കേടാക്കും, അത് നന്നായി കൊടുക്കും. ഫ്ലൈറ്റ് മേടിച്ചു കൊടുക്കും, പിറ്റേ ദിവസം കേടാക്കും, അത് നന്നായി കൊടുക്കും. എടോ, ടോയ് നന്നാക്കണ കാര്യമല്ല. ടോയ് അല്ല, ഞാനാണ് നന്നാക്കുന്നത്. എടോ, ഇത് ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ്. ആണ്. ഇതിന്റെ പൈലറ്റാണ് ഞാൻ. എന്റെ പേര് നെറ്റോ. നെറ്റോ? ഞാനൊരു ഹാഫ് മലയാളിയും ഹാഫ് ബ്രിട്ടീഷുകാരനുമാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ ബ്രിട്ടീഷുകാരനായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോ എന്റെ അച്ചാച്ചൻ ഇവിടുത്തെ വൈസ്രോയി ആയിരുന്നു. വൈസ്രോയി ആയിരുന്നു? കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ആ വൈസ്രോയി അല്ല, പുള്ളിയുടെ പേര് റോയി എന്നാണ്. പുള്ളിക്ക് ഇപ്പോ വയസ്സായി, അതുകൊണ്ടാണ് വൈസ്രോയി എന്ന് പറഞ്ഞത്. ആ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോ മൂലമറ്റത്തല്ലോ, തലയുടെയും കാലിന്റെയും നടുക്കല്ലേ? അയ്യ, അതല്ലടോ. മൂലമറ്റം എന്ന സ്ഥലത്ത് അവിടെ പെട്ടിക്കട നടത്തിയിരുന്ന കാർത്യായനി എന്ന് പറഞ്ഞ എന്റെ അമ്മുമ്മയെ എന്റെ അപ്പൂപ്പൻ വൈസ്രോയ് കണ്ണും കൈയും കാണിച്ച് ഇവര് തമ്മിൽ വിവാഹിതരായി. ആ വിവാഹത്തിലുണ്ടായ ആദ്യത്തെ തണ്ണിയാണ് എന്റെ അച്ഛൻ സണ്ണി. ആദ്യത്തെ കണ്ണി എന്നല്ല പറയാറ് ശരിക്കും? അല്ല, ഞാൻ മനഃപൂർവ്വം തണ്ണി എന്ന് പറഞ്ഞ ഫുൾ ടൈം പുള്ളി തണ്ണിയാണ്. അപ്പൊ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കിട്ട് എയറിലേക്ക് വിടണം. ഏറിപ്പോയിട്ട് പിന്നെ ഏറിന്തിയാവൂല. ഇത് എന്ത് വർത്താനം ഇയാൾ പറഞ്ഞ? ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടൊന്ന് റെഡിയാക്കണോ? ഞങ്ങൾ എങ്ങനെ റെഡിയാക്കോളാം? അല്ല, ഹലോ ക്യാപ്റ്റൻ, എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. താൻ എന്തിനാടോ കുറെ നേരമല്ലേ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? അല്ല, പഞ്ചായത്ത് തന്റെ കാര്യം അവിടെ നിക്കട്ടെ. ഞാൻ അതിലും വലിയ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം പരിഹരിക്കാൻ പോവാണ്. അവിടെ നിക്ക്. അതെ, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആയിക്കോട്ടെ. ഈ പഞ്ചായത്തിൽ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയും. അതിനിവിടെ ഇല്ല. ഇല അനക്കിയത് ഞാനാണ്. പുള്ളിക്കാരത്തി അരമണിക്കൂറായിട്ട് അവിടുന്ന് പുഴുങ്ങാണ്. ലാഗടിക്കണല്ലോ, ഞാൻ അപ്പൊ തന്നെ അനക്കി. പുള്ളിക്കാരത്തി വന്ന് അങ്ങനെ കയറ്റിവിട്ടാണ്. അതെ, പിന്നെ കുറെ നാളുകളായിട്ട് ഇവിടെ ഒരു ഫ്ലൈറ്റ് കേടായി കിടക്കുവാന്ന് അറിഞ്ഞല്ലോ. ഇതാണോ? എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ഒരു ഫ്ലൈറ്റ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് തൊട്ടോട്ടെ. അതെ, ഇതിന്റെ ഡ്രൈവർ ആരാ? ഞാൻ പൈലറ്റാണ്. അപ്പൊ ഇതിന്റെ ഡ്രൈവർ ആരാ? എന്റെ മാഡം, ഇത് ഓടിക്കുന്ന ആളെ പറയുന്ന പേരാണ് പൈലറ്റ്. ഞാനാണ് ഇതിന്റെ പൈലറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നോട് ഒരു കാര്യം പറയാം. ഇന്നത്തെ ദിവസം ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിക്കോണം, അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടു. പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടിട്ട് ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാണെന്നാ, ഞങ്ങള് വനിതകളെല്ലാം കൂടെ ഇതിന്റെ അകത്തൊരു ഹോട്ടൽ തുടങ്ങും, വനിതകളുടെ ഹോട്ടല്. എന്നിട്ട് പുറത്തൊരു ബോർഡും വെക്കും. എന്ത് ബോർഡ്? ഫ്ലൈറ്റിൽ ഊണെന്ന്. ഒരു കാര്യം ചോദിച്ചോ, ഈ വീട്ടിലെ ഊണ് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഫ്ലൈറ്റിൽ ഊണ് കഴിച്ചിട്ടില്ല. അപ്പൊ എന്നെ വിളിക്കണം, ഒരു മീൻപടത്തം തന്നെ. ഇത് എത്ര നാളെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു മാസത്തിനടുത്തായിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരു മാസത്തിനടുത്തായി ഇത് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള തറ വാടക പഞ്ചായത്തിൽ അടക്കണം. തരാം, എന്ത് വേണേലും തരാം, വിഷയം ഉണ്ടാക്കരുത്. എന്നാ അടക്കി പെട്ടെന്ന്. എടാ, വാടക ഞാൻ നിന്റെ കയ്യിൽ തരാം, നീ അതങ്ങോട്ട് കൊടുത്തേക്കണം മാഡം. എന്റെ കൈ തന്നെ നിങ്ങൾക്ക് കൊടുത്താ പോരെ? അപ്പൊ മാഡം പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ?
തറ വാടക കൊടുക്കണമെന്ന്. അപ്പൊ നീ കൊടുത്താലേ അത് ശരിയാവുള്ളൂ. താങ്ക് യു മാഡം. അതെ, എനിക്ക് പോണം എന്റെ കാര്യത്തിൽ. എന്താ തന്റെ പ്രശ്നം എന്താ? അല്ല, പഞ്ചായത്തിന് ലോൺ കൊടുക്കുന്നത് കേട്ടു സ്വയം തൊഴിലിന് വേണ്ടി. അതെ, പഞ്ചായത്തിൽ നിന്ന് കോഴി വളർത്താൻ, ആട് വളർത്തല്, പശു വളർത്തല്, ഇതിനൊക്കെയാ ലോൺ കൊടുക്കുന്നത്. തനിക്ക് എന്ത് വളർത്താനാ ലോൺ വേണ്ടത്? എനിക്ക് എന്റെ കുട്ടികളെ വളർത്താനാണ്. എന്ത് ലോണായാലും മതി, ഞാൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ താൻ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കും. ആയിക്കോട്ടെ, ഇന്ന് തന്നെ ഞാൻ കൊടുക്കും. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഒരു ലോൺ കൂട് വേണ്ട എനിക്ക്. അപ്പൊ താൻ പിന്നെ ഇതിനകത്തിട്ട് വളർത്തും. ഞാൻ ഇതിനകത്തിട്ട് വളർത്തിക്കോളാം. കാരണം ഇത് ഇപ്പോഴെങ്കിലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇവനൊക്കെയല്ലേ നന്നാക്കാൻ വേണ്ടി വന്നേക്കണത്. പിന്നെ ഇത് പാസഞ്ചറെ കൊണ്ടുപോണ വിമാനമാണോ? അല്ല, അല്ലേ? ഇത് യുദ്ധവിമാനമാണ്. മിസൈലും ബോംബും ഒക്കെ വർഷിക്കുന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനം. ബ്രിട്ടന്റെ യുദ്ധവിമാനോ? ആ, സത്യത്തില് ബ്രിട്ടന്റെ അല്ല, ഇത് ഉണ്ടാക്കിയത് USA ആണ്. അമേരിക്ക ബ്രിട്ടന് വിറ്റു എന്ന് മാത്രം. എന്താ പറ്റേ ഈ അമേരിക്ക സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്താണ്? അല്ലേ, ട്രംപുമായിട്ടും സംസാരിക്കട്ടെ, അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്രിട്ടന്റെ യുദ്ധവിമാനം എന്തിനാണ് കേരളത്തിൽ കൊണ്ടുവന്നത്? ഇവിടെ അതെ, അതെന്തേ? അല്ല, അത് ഞങ്ങൾ വേറൊരു വഴിക്ക് വന്നപ്പോ പെട്ടെന്ന് കംപ്ലൈന്റ് ആയപ്പോ എമർജൻസി അല്ല, കിടന്ന ഉരുളല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള എനിക്ക് എനിക്കത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ബ്രിട്ടനിൽ കിടന്ന യുദ്ധവിമാനം എന്തിനാ കേരളത്തിലോട്ട് കൊണ്ടുവന്നത്? എടോ, തനിക്ക് നന്നാക്കാൻ പറ്റുമോ? പറ്റൂല, ഞാൻ എന്റെ പഠിക്കാൻ. അങ്ങ് പോരാ, അവിടെ നിക്ക്, ഇത് പറഞ്ഞിട്ട് പോ. അതായത് അമേരിക്കന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടൻ വാങ്ങിയ ഈ മിസൈലൊക്കെ വർഷിക്കുന്ന യുദ്ധവിമാനം എന്തിന് കേരളത്തിൽ കൊണ്ടുവന്നു? അത് വരണ്ട വന്നു. അതെന്തിനു വരേണ്ടി വന്നു? അതിന് കാരണമുണ്ടെന്നേ. കാരണമല്ലേ പറയാ പറഞ്ഞത്? എന്ന് ഞാൻ ആ സത്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാതി മലയാളിയാണ്. അപ്പൊ എന്റെ അകന്ത ബന്ധത്തില് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുമൊക്കെ ഈ ബ്രിട്ടന്റെ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ കുട്ടി കിടന്ന് വാശി പിടിച്ച് കരുതപ്പോ അതിനു വേണ്ടി ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വന്നതാണ് ഞാൻ. അയ്യടാ, ഈ ഉള്ള കുട്ടിക്ക് വേണ്ടിയാണോ ബ്രിട്ടന്റെ വിമാനത്തില് മുട്ടായി കൊണ്ടുവന്നത്? അതെ, അത് യുദ്ധവിമാനത്തില്. അല്ല, കുഞ്ഞോളുള്ള കുട്ടിയല്ല. പിന്നെ കുഞ്ഞോക്ക് ഈ കന്നി മാസം കഴിയുമ്പോ 36 വയസ്സ് കഴിയും. 36 വയസ്സ്. അപ്പൊ എന്തിനാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനമായിട്ട് പുള്ളി കേരളത്തിൽ വന്നത് നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല. ഇല്ല, ഒരു കുഞ്ഞു യുദ്ധത്തിന്. രക്ഷപ്പെട്ടേ. ശരിയായാ? എന്ത് പണിയാണ് കാണിച്ചത്? എന്തായാലും ഇത് പൊങ്ങു തോന്നല്ല. എന്റെ കക്കൂസക്ക് മേൽക്കൂരില്ല, അപ്പൊ ഇത് ഞാൻ എടുക്കാണ്. ഇത് ശരിയാവൂലേ? ശരിയാവത്തില്ല. അങ്ങനെയാണെങ്കിലേ ഇത് ഞാൻ എടുത്തോട്ടെ. അതെ, എന്റെ കോഴിക്കൂടിന് വാതിലില്ലേ, നീ അമ്മച്ചോട്ടെ. എന്റെ ഫാനിന് 2 ലീഫില്ല. ഞാനും പോവാ. എന്റെ ഫ്ലൈറ്റ്, എന്റെ ഫ്ലൈറ്റ്, എന്റെ ബ്രിട്ടന്റെ ഫ്ലൈറ്റ്. അയ്യോ.